ഉണർവുണ്ടാവുന്നു. എനിക്ക് എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടെന്നറിയില്ല. അവൾ സംസാരിക്കുന്ന സ്റ്റൈല്, ഈ ചെറിയ പ്രായത്തിലെ നിലയ്ക്കുള്ളൊരു പക്വത, സ്നേഹവും ബഹുമാനവും ഒക്കെ, എല്ലാ കാര്യങ്ങളും എന്നെ ഒരുപാട് ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ മോൻ കവിൻ ഒരു കുസൃതിത്തത്തിന് അവളോട് വഴക്കിട്ടാൽ പോലും നില അവനോട് തിരിച്ച് വഴക്കൊന്നും ഇടാതെ വളരെ മെച്ചോർഡായിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അത് ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചതാണ്. നിലയ്ക്ക് ഈ ചെറു പ്രായത്തിൽ ഇത്രയും പക്വത അത് എനിക്ക് പോലും ഇല്ലാന്ന് പറയേണ്ടി വരും. ആ ക്ഷമയുണ്ടായിരുന്നെങ്കിൽ നിങ്ങളും എന്റെ മോളും ഇപ്പൊ ഒന്നിച്ച് ജീവിക്കേണ്ടതല്ലേ. എവിടെ പോയി മോനെ? ഇവിടെ. സത്യത്തിൽ അതിന്റെ ക്രെഡിറ്റ്സ് ഒക്കെ നിലയുടെ അമ്മയ്ക്ക് കൊടുക്കേണ്ടതാണ്. സത്യം പറഞ്ഞ യു ആർ വെരി ഗ്രേറ്റ്. ആര്? ഞാനോ? നിങ്ങൾ തന്നെ. നിങ്ങളല്ലേ നിലയുടെ അമ്മ. അതെ അതെ അതെ. അപ്പൊ എല്ലാ ക്രെഡിറ്റ്സും നിങ്ങൾക്ക് തരേണ്ടത്. നിലയെ നിങ്ങള് വളരെ നന്നായിട്ടാണ് വളർത്തിയത്. നില നല്ല ബുദ്ധിസാമർഥ്യമുള്ള കുട്ടിയാ. ആക്ച്വലി നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ഞാൻ നിങ്ങളുടെ ദേഹത്തെ ചെളി തെറിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ? അന്നാണ് നിലയെ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നത്. അപ്പൊ തന്നെ എന്റെ അമ്മയുടെ ദേഹത്ത് നിങ്ങൾ എന്തിനാ ചെളി തെറിപ്പിച്ചത്, ഇപ്പൊ തന്നെ വന്ന് സോറി പറയണമെന്ന് പറഞ്ഞ് എന്റെ മുഖത്ത് നോക്കി സംസാരിച്ച കുട്ടിയാ. നിലയ്ക്ക് നിങ്ങളോട് അത്രയ്ക്ക് സ്നേഹമുണ്ട്. നിങ്ങളോട് നിലയ്ക്ക് നല്ല സ്നേഹമുണ്ട് മോനെ. സത്യം അമ്മേ. ആദ്യത്തെ കൂടിക്കാഴ്ച ഒരു വഴക്കിൽ തുടങ്ങിയാലും അവസാനം അത് സ്നേഹത്തിൽ തന്നെ തീർന്നത്. നില, കവിൻ, രണ്ടുപേരും വാ. വാ, ഇവിടെ ഇരിക്കുക. എത്ര നേരം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക? ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുക, പിന്നെ കളിച്ചാ പോരെ? അച്ഛാ വീട്ടിൽ പോവാ, എനിക്ക് ഇവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല. കവിൻ, അങ്ങനെ പറയാൻ പാടില്ലെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? നിന്നെ ഇവരെല്ലാം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? നോക്ക്, നിലയില്ലേ നിന്റെ കൂടെ? വീട്ടിൽ പോയിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? ഏത് സമയത്തും ഗെയിം കളിച്ചോണ്ടിരിക്കും നീ. എടാ, ഇവിടെ നിലയുടെ കൂടെ നീ കുറച്ചു നേരം കളിക്കുക. നീ കണ്ടില്ലേ നില നിന്നെ എങ്ങനെ കെയർ ചെയ്താ സംസാരിക്കുന്നെന്ന്? അച്ഛനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നീ വീട്ടിലേക്ക് ചെന്നാ അച്ഛൻ നിന്നെ കൊണ്ട് ഹോംവർക്ക് എഴുതിപ്പിക്കും. അത് വേണോ? പിന്നെ നില, അന്നൊരു ദിവസം നിന്റെ മമ്മിയുടെ ദേഹത്ത് ഞാൻ ചെളി തെറിപ്പിച്ചില്ലേ? അന്ന് ഞാൻ നിന്റെ മമ്മിയോട് സോറി പറയാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ നിന്റെ മമ്മിയോട് സോറി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ? എന്റെ അമ്മയോട് എപ്പോഴാ സോറി ചോദിച്ചത്? അമ്മ അപ്പുറത്തെ വീട്ടിലാണല്ലോ. മോളെന്താ പറയുന്നേ? അത് വേറൊന്നുമല്ല മോനെ, അവള് തമാശ പറയുവാ. നില, അങ്കിള് അമ്മയുടെ അടുത്ത് സോറി പറഞ്ഞിരുന്നു. അപ്പൊ നീ കളിക്കായിരുന്നില്ലേ? നീ കണ്ടില്ലേ അത്? നില, ഇന്നലെ നീ എന്നോടൊരു കാര്യം പറഞ്ഞത് മറന്നോ? വിക്രമങ്കിള് വരുമ്പോ പാട്ട് പാടി കേൾപ്പിക്കാന്ന് പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ ഒരു പാട്ട് പാട്. ഞാൻ എപ്പോഴാ മുത്തശ്ശി പറഞ്ഞത്? എന്താ നിലമോളെ ഇത്? ഇന്നലെ ഉറങ്ങുമ്പോ നീ പറഞ്ഞില്ലേ? ഉറക്കപ്പിച്ചിൽ അത് മറന്നുപോയോ? എന്താ അമ്മീ പറയുന്നത്? നില പാട്ട് പാടുവന്നോ? വളരെ നന്നായിട്ട് പാടും മോനെ. ആഹാ, നില, അങ്കിളിനോട് നീ ഇതുവരെ പാടുന്ന കാര്യം പറഞ്ഞിട്ടേ ഇല്ല. നന്നായിട്ട് പാടിയല്ലേ പറയാൻ പറ്റൂ. കവിൻ, നമ്മുടെ അടുത്ത് എടാ വിവരമില്ലാത്തന്നെ വണ്ടി വരുന്നതാണെന്നില്ലേ? എന്റെ ചക്കര. സത്യം പറയട്ടെ, നിനക്കുള്ള ടാലന്റ് നല്ല ഹൈ ലെവലാ. താങ്ക്സ് അങ്കിൾ. അച്ഛനെന്താ പറ്റിയത്? നിലയുടെ എന്തിനാ ഇത്ര സ്നേഹം കാണിക്കുന്നേ? ഇവിടെ നോക്കുമ്പേ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നടക്കും. ഈ നിലമോള് തീർച്ചയായിട്ടും ഒരു നല്ല സിംഗറായിട്ട് മാറും. കാരണം കോളേജ് ഡേയ്സില് ഞാൻ ഗിറ്റാറൊക്കെ വായിക്കുമായിരുന്നു, പാട്ടും പാടിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും നിലയ്ക്ക് എന്റെ അതേ സ്വഭാവമാണെന്ന് എന്റെ മനസ്സ് പറയുക. അത് സത്യം തന്നെയാ. മാർവലസ്, ഗ്രേറ്റ്. മോനെ പോലെ തന്നെയല്ലേ മോളും ഉണ്ടാവൂ. അതിലെന്താ സംശയം? ഇപ്പോ മേഡം, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. നിലയ്ക്ക് നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ട്. നിങ്ങളൊരു മ്യൂസിക് ക്ലാസ്സിന് ഇവിടെ ചേർക്കാൻ നോക്ക്. അവിടുന്ന് ആ ശ്രുതിയും രാഗവും താളവും ഒക്കെ അതിന്റെ മുറപ്രകാരം പഠിക്കുകയാണെങ്കിൽ ഇവളെ വെല്ലാൻ ഇവിടെ ആരും ഉണ്ടാവില്ല. ഒരു സെൻസേഷണൽ സിംഗർ ആകോ ഇവള്. ആ ടാലന്റ് ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. പ്ലീസ്.
പറയാതെ പ്രിയാന്റിയോട് എന്തിനാ പറയുന്നത്? ആ, ആരോട് പറഞ്ഞെന്ന് എനിക്കെന്താ, നമുക്ക് പാട്ട് ക്ലാസ്സിന് പോയാ മതിയില്ലേ? എന്താ മാഡം, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുന്നുണ്ടോ? അയ്യോ അങ്ങനെയൊന്നുമില്ല. എനിക്കും ഇവളെ പാട്ട് ക്ലാസ്സിൽ ചേർക്കണമെന്ന് നല്ലപോലെ ആഗ്രഹമൊക്കെ ഉണ്ട്. ആ അത് ശരി, വേഗം ചേർക്ക്. എന്റെ ദൈവമേ, ഈ ഡയലോഗെങ്കിലും അവള് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. സോറി ഏട്ടാ, വിട്ടിട്ട് ഒന്നും പറ്റിയില്ല. സോറി. എടാ എന്തു പറ്റിയടാ? നീ എന്തിനാടെ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നെ? വിജി എവിടെ? അവൾ ഇങ്ങോട്ട് കേറി വരും. അമ്മേ, ചേച്ചി കടയിലേക്ക് പോയി. എന്താ കടയിലേക്ക് പോയെന്നോ? എന്തിനാടാ? അതെ അമ്മേ, എന്താന്നറിയില്ല, ഓണറിന്റെ ഫോൺ വന്നായിരുന്നു. അപ്പൊ തന്നെ കടയ്ക്ക് പോവുകയും ചെയ്തു. അവള് പോയിട്ടുണ്ടെങ്കി ഓക്കെ. എന്റെ അമ്മേ. എന്താ ഇത് അമ്മയെന്നൊക്കെ പറഞ്ഞ് ദീർഘശ്വാസം എടുക്കുന്നത്? അതല്ല, ഈ കാര്യം ഞാൻ തന്നെ മോളോട് പറയണോന്ന് വിചാരിച്ചിരുന്നതാ. നിങ്ങളത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. നിലമോളെ മ്യൂസിക് ക്ലാസ്സിൽ ചേർത്തിയ അവള് സൂപ്പറായിട്ട് പാടും. അത് തന്നെ നിങ്ങൾ പറഞ്ഞതുകൊണ്ടാ ഞാൻ എന്റെ അമ്മേന്ന് വിളിച്ചു പോയത്. ഞാൻ വെറുതെ പറഞ്ഞല്ല, സത്യമായിട്ടും പറഞ്ഞതാ. നിങ്ങൾ നിലയെ ഒരു മ്യൂസിക് ക്ലാസ് ചേർക്ക്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. അതെ അതെ, അച്ഛൻ വലിയ അമ്പാരി എന്നാ വിചാരം, എല്ലാവർക്കും വാരിക്കോരി കൊടുക്കാൻ. എടാ നീല ശരിക്കും പുറപ്പെട്ടു പോയടാ. അവളിനി തിരിച്ചെങ്ങാനും വരൂ? അമ്മേ, അതെനിക്ക് എങ്ങനെ അറിയാനാ? പക്ഷെ ചേച്ചി കടയിലേക്ക് പോയി കഴിഞ്ഞാൽ വരാൻ എന്തായാലും ലേറ്റ് ആവും. ഓ, കറണ്ട് വന്നല്ലേ ശിവ? മോനെ, കറണ്ട് വന്നൂന്ന്. വാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഓ അങ്ങനെയാണോ? ശരി എന്നാ പോവാം. വാടാ, എഴുന്നേക്ക് പോ. നമ്മുടെ വീട്ടിലേക്കാണെ ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല. നീ വരില്ല എന്ന് പറഞ്ഞാ നിന്നെ ഞാൻ അങ്ങനെ വിട്ടിട്ട് പോവിടെ? നിന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോയില്ലടാ ഞാൻ. ശരി വാ മോനെ. ആ അമ്മേ, ഒരു മിനിറ്റ്. ഇത് എതിർവശത്തെ വീടാണെന്നല്ലേ പറഞ്ഞത്? അതൊക്കെ ഓക്കെ. പക്ഷെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. ഈ വീടിന്റെ ഉടമസ്ഥരാരാ? അവരെ ആരും കാണുന്നില്ല ഇവിടെ. ഓ, ഈ നേരത്തൊക്കെ ലോജിക്ക് നോക്കേണ്ട വല്ല കാര്യമുണ്ട് ഈ മനുഷ്യന്? എന്തിനാ മരുമോൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അവര് കടയിലേക്ക് പോയിരിക്കുക, അതുകൊണ്ട് വീടൊന്ന് നോക്കാൻ ഏൽപ്പിച്ചിരുന്നു. കടയിലേക്കോ? കറണ്ട് ഇല്ലല്ലോ, അതുകൊണ്ട് ഇവിടെ കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു വന്നതാ. അതിനുള്ളിൽ നിങ്ങളൊക്കെ ഇങ്ങ് പോരുകയും ചെയ്തു. ഓ ശരി, വാ നമുക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിലേക്ക് പോവാം. എന്താ മരുമോൻ ഇത്? നിങ്ങളുടെ വീടിന്ന്? എല്ലാം നമ്മുടെ വീട് തന്നെയല്ലേ? നിങ്ങളിപ്പോ വീണ്ടും എന്നെ മരുമോനെന്നാ വിളിച്ചത്.